സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറൊരാളുടെ ഗ്ലാസ് സ്കിൻ ലുക്കിന്റെ സെയിം രീതികളൊക്കെ ഞങ്ങളും ട്രൈ ചെയ്തിട്ടും ഞങ്ങളുടെ സ്കിന്നിന് ഒരു മാറ്റവും ഇല്ല. അതുപോലെ ഞാനിപ്പോൾ വേറൊരാളുടെ അടുത്ത് പറയണം എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ഈ സെയിം ക്രീം ഞാനും യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് ഇതുവരെ റിസൾട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ശക്കല സ്പീഡ് കൂട്ടിയിട്ട് കേട്ടോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര ലാഗ് ആവില്ല. ഇപ്പം എല്ലാവർക്കും ഷോർട്സ് കാണാനാണ് ഇഷ്ടം എന്ന് എനിക്ക് അറിയാം. ലോങ് വീഡിയോ കണ്ടിരിക്കാൻ പലർക്കും മടുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് കാര്യം അറിയുകയും വേണം. എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. അതായത് പല ടൈപ്പ് സ്കിൻ ഉണ്ട്. നോർമൽ, ഡ്രൈ, ഓയിലി, കോമ്പിനേഷൻ, സെൻസിറ്റീവ്, ആക്നെ പ്രോൺ സ്കിൻ ഉണ്ട്, നോർമൽ ടു ഓയിലി ഉണ്ട്, നോർമൽ ടു ഡ്രൈ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ആവും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊന്നും പറഞ്ഞു തരണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സ്കിൻ ടൈപ്പിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയാത്തവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുക. എന്നാലും ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അവരുടെ എന്ത് സ്കിന്നാണെന്നുള്ളത് അറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് വേണം എപ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അതായത് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ഏത് സ്കിൻ ടൈപ്പാണ്, അത് ഏത് സ്കിൻ ടൈപ്പിലുള്ളതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓൺലൈനിലാണെങ്കിൽ നമുക്കത് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് കടയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാക്കറ്റിൽ ഉറപ്പായിട്ട് അതിൻ്റെ സ്കിൻ ടൈപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ളതാണോ നോക്കിയിട്ട് വേണം മേടിക്കാൻ. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ ഒരു ബുക്കിൽ കുറച്ച് പറയാനുള്ള ടോപ്പിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബുക്ക് നോക്കിയാണ് പറയുന്നത്. അപ്പം ടോപ്പിക്ക് നോക്കാൻ ഞാൻ താഴേക്ക് നോക്കൂ കേട്ടോ. അപ്പം രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ പിഗ്മെൻറ്റേഷൻ അധികം ഇല്ല, അൺഈവൻ സ്കിൻ ടോൺ ആണ് എനിക്ക് മെയിനായിട്ടും ഉള്ളത്. പിന്നെ ഈ പറയത്തക്ക വിധം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും അധികം ഇല്ല. എനിക്ക് മെയിനായിട്ടും ഏറ്റവും കൂടുതൽ എനിക്കുള്ളത് ഡാർക്ക് സ്പോട്ട്സ് ആണ്, പിന്നെ ടൈനി ബംസും ഉണ്ട്. അപ്പം ഈ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണും കൂടെ കൂട്ടിയിട്ട് ഒരു 3 കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ മെയിനായിട്ടും യൂസ് ആക്കേണ്ടത്. അതായത് ബേസിക് സ്കിൻ കെയർ ഒഴിച്ച്, അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 സാധനങ്ങളുടെ പുറമേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് സിറംസ്, അതുപോലെ ടോണർ പിന്നെ കോമൺ ആണ്, സിറംസ്, അതുപോലെ ക്രീംസ്, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഇഷ്യൂവിന് പറ്റിയിട്ടുള്ള എന്താണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം അത് നോക്കിയിട്ടുള്ള പ്രോഡക്റ്റ് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് എന്താണ് പ്രോബ്ലം എന്നുള്ളത്, നിങ്ങളുടെ ആക്നേസ് ഉള്ള സ്കിന്നാണോ അതോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതാണോ, അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്നെ ഉള്ളവരാണ് ആദ്യം ആക്നെനെ ട്രീറ്റ് ചെയ്യണം, പിന്നെ ഡാർക്ക് സ്പോട്ട്സിനെ ട്രീറ്റ് ചെയ്യണം, പിന്നെ നോർമൽ സ്കിൻ കെയർ റുട്ടീൻ ചെയ്ത് പോയാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണോ നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലം അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ആക്കുക. അല്ലാണ്ട് ചുമ്മാ കണ്ണി കാണുന്ന വേറൊരാൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മേടിച്ച് അത് ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അവർ മേടിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അത് മേടിക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ ഒരാൾ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു, ഒരു ഫേസ് വാഷ്, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന അത് മേടിക്കുന്നു. നിങ്ങളുടെ സ്കിന്നിന് ആക്നെ പ്രോൺ അല്ല, നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക. പിന്നെ 3ാമത്തെ കാര്യമാണ്, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിലൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ മീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം ഞാനൊരു ക്രീം പറയുകയാണ്, എൻ്റെ ഹിമാലയയുടെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൽ 6 വീക്കിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 6 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്വൈസ് ഇൻ എ ഡേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 വീക്കിനുള്ളിൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം 3 വീക്സ് ആയപ്പോൾ തന്നെ എനിക്ക് വിസിബിൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 6 വീക്ക് കണ്ടിന്യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ എത്ര ഡേയ്സ് ആണോ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത്, അത്രയും ഡേയ്സ്, അത് ട്വൈസ് ഇൻ എ ഡേ ആണോ വൺസ് ഇൻ എ ഡേ ആണോ എന്ന് അറിയത്തില്ല. അത് നിങ്ങൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ട്വൈസ് ഇൻ എ ഡേ ആണെങ്കിൽ അങ്ങനെ, അല്ല വൺസ് ഇൻ എ ഡേ ആണെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നത് 6 വീക്കാണോ 5 വീക്കാണോ 1 മന്ത് ആണോ 2 മന്ത് ആണോ, അത്രയും ടൈം അത് അവർ പറയുന്ന രീതിക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്ന് യൂസ് ചെയ്തു, നാളത്തെയും യൂസ് ചെയ്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവും ലഭിച്ചില്ല എന്ന് പറയുന്നതിൽ അതിൽ യാതൊരു അർത്ഥവും ഇല്ല. പിന്നെയുള്ളൊരു കാര്യമാണ്, എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. നിങ്ങൾക്കറിയാം, ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ട് ആവുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ഉപേക്ഷിക്കുക. കാരണം പിന്നെ അത് നമ്മുടെ സ്കിന്നിൽ ട്രൈ ചെയ്യാനായിട്ട് ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യം ട്രൈ ചെയ്ത് ഇറിറ്റേഷൻസ് ഉണ്ടായി, പിന്നെ കുറേ നാളിൽ ട്രൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം. അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, പെട്ടെന്ന് എനിക്ക് കുറേ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു
മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീന് സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. സെറംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള സ്കിൻ കെയറിൽ പോവുക. വേറെ സിറമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്ത് നിങ്ങളുടെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായ ആക്നീസിനൊന്നും ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അപ്പം സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു കാര്യമാണ് ബ്രാൻഡ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലോക്കൽ ബ്രാൻഡ് ഒന്നും സെലക്ട് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ള ബ്രാൻഡൊക്കെ നോക്കി സെലക്ട് ചെയ്യുക. ഒരുപാട് വൈറ്റനിങ് ക്രീംസിന്റെ ഒക്കെ ഫേക്ക് ബ്രാൻഡ് വൈറ്റനിങ് ക്രീംസ് മേടിക്കുകയേ ചെയ്യരുത്. അതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വൈറ്റനിങ് ക്രീമും ഫേക്ക് ബ്രാൻഡിന്റെയൊക്കെയാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബ്രാൻഡിന്റെയൊക്കെ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കാനേ പാടില്ല. നിങ്ങൾക്ക് അത് നിർത്തി കഴിയുമ്പോൾ 8ന് പണി കിട്ടും. അതിനെക്കുറിച്ചും കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബ്രാൻഡ് നമ്മൾ എപ്പോഴും നോക്കി കണ്ടും വേണം സെലക്ട് ചെയ്യാൻ. പിന്നെയുള്ളൊരു കാര്യമാണ് സ്കിൻ കെയറിന്റെ ഓർഡർ. എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ അതിൻ്റെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാം. അതെല്ലാവർക്കും ഇപ്പോൾ അറിയാം. എന്താണ് ആദ്യം ഫേസ് വാഷ് ആണ്, പിന്നെ ടോണറാണ്, മോയ്സ്ചറൈസർ ആണ്. അതിന് മുമ്പേ സെറം യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഉണ്ട്, മോയ്സ്ചറൈസർ ഇട്ട് ഇനി സെറം യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഉണ്ട്. കാരണം ചിലതൊക്കെ ഡൈലൂട്ട് ചെയ്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറുമായിട്ടൊക്കെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് സ്കിൻ കെയറിൽ മാറ്റം വരുത്താനുണ്ട്. മെയിനായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ്, ടോണർ, സെറം, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ ഓർഡറാണ്. പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ് ആണ്, ഡ്രൈ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പിക്ചറൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം. സ്കിൻ കെയറിന് ഒരു റിസൾട്ട് കിട്ടാനായിട്ട് നല്ലൊരു ടൈം എടുക്കും. 2-3 ദിവസം നിങ്ങൾ ചെയ്തത് കൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈം എടുത്ത് റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. നല്ലോണം ടൈം എടുക്കും. നല്ല ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ മേടിച്ച് ഒരുപാട് നാൾ യൂസ് ആക്കുമ്പോഴാണ് അതുപോലെ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ഗ്ലാസ് സ്കിന്നും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഞാൻ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചില ഫേസ് മാസ്കിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. അതൊക്കെ യൂസ് ആക്കി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ഒത്തിരി ടൈം യൂസ് ആക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. 1-2 ദിവസം കൊണ്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ റിസൾട്ടും കിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ആക്കി നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലിട്ട് കുറേ പണിയാതിരിക്കുക. ആ പ്രോഡക്റ്റ് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. ആ പ്രോഡക്റ്റ് എത്ര എക്സ്പെൻസ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ പോലും നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ആക്കാണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് യൂസ് ആക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാച്ച് ടെസ്റ്റ് നടത്തി നോക്കി വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ. കാരണം ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ. അത് അങ്ങനെ സ്കിൻ കെയറിനെ അങ്ങ് സ്നേഹിച്ച് ആ ഒരു ലെവലിൽ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തോന്നുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. അതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടി കാണിച്ചു കൂട്ടി തട്ടിക്കൂട്ടി വെച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. പിന്നെ അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കും. പിന്നെ കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇഷ്യൂസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ പ്രോഡക്റ്റ് മേടിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോയിൽ ഇനി ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ വീഡിയോയുടെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാനിരുന്നാലും ഈ മിറ്റിൽ ചലിക്കാൻ തുടങ്ങും. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജും റിയാക്ട് ചെയ്യും. ഫ്രിഡ്ജിന് ഇടയ്ക്കൊക്കെ സൗണ്ടൊക്കെ കേൾക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് എപ്പോഴും വീട്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടോയെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചലിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ നീ ആരടി എന്ന് ചോദിക്കരുത്. കാരണം ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഡ്രൈ സ്കിൻ ആയിരുന്നു. എനിക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ഓയിലി സ്കിന്നൊക്കെ കിട്ടി. എനിക്ക് കുറച്ചുകൂടെ ഓയിലി സ്കിന്നാണ് ഇഷ്ടം. പക്ഷേ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഓയിലി സ്കിൻ ആകുമ്പോൾ ഫേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലോ കാണും. എപ്പോഴും ഒരു തിളക്കം ഇത് കണ്ട് ഇവിടെയൊക്കെ. ഞാനിപ്പോൾ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല, ഒരു സാധനം ഇട്ടിട്ടില്ല. എന്നിട്ട് എൻ്റെ ഫേസിൻ്റെ കവിളിൻ്റെ ഇവിടെയൊക്കെ തിളങ്ങുന്ന കണ്ടു. ഒന്നും ഇട്ടിട്ടില്ല. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ഓപ്പൺ പോൾസ് നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും ഇഷ്ടം ഓയിലി സ്കിന്നാണ്. അമ്മ ഡ്രൈ സ്കിന്നാണ്. എന്നാലും അമ്മയ്ക്ക് ഇഷ്ടം ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് ചാനൽ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ വിട്ടിട്ടാ.